ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 91. നമ്മൾ 17-ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 20 വരെയുള്ള മന്ത്രങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ 11ലെ ദേവത അഗ്നിയാണ്. അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമായിട്ട് കാണുക. എന്താണ് പറയുന്നത് നോക്കാം. പ്രയാസങ്ങളെ ഇല്ലാതാക്കുന്ന അഗ്നി, അങ്ങേക്ക് നമസ്കാരം. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റേണ്ടെങ്കിൽ ശക്തി, അഗ്നി, ഊർജം ആവശ്യമാണ്. നമുക്കൊന്ന് എണീക്കണ്ടിക്ക് തന്നെ ശക്തി ഉണ്ടെങ്കിൽ, ശക്തി പ്രയോഗിച്ചാലേ എണീക്കാൻ പറ്റുള്ളൂ. എന്ത് കാര്യം നടക്കണ്ടെങ്കിലും ഊർജത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ സംസാരിക്കാനും ശക്തി വേണം. അതെല്ലാം ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങേക്ക് നമസ്കാരം. അങ്ങേ ഞാൻ പൂർണ്ണമായിട്ട് ആദരിക്കുകയാണ്. കാരണം അഗ്നിയാണ്, ഊർജമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യം. അതുകൊണ്ട് ഞാൻ എല്ലാ നിലയിലും ആദരിക്കുന്നു. അങ്ങയുടെ സൈന്യം ഞങ്ങളുടെ വിദ്വേഷികളെയെല്ലാം ഇല്ലാതാക്കട്ടെ. അങ്ങയുടെ സൈന്യം എന്ന് പറഞ്ഞാൽ ഊർജം ഉപയോഗിച്ചിട്ട് പല രീതിയിലാണ് നമ്മുടെ ശത്രുക്കളെയെല്ലാം നേരിടുന്നത്. എങ്ങനെയെല്ലാം ചിലപ്പോൾ കൈകൊണ്ട് അടി വെച്ചിട്ട് ശത്രുക്കൾ വരുമ്പോൾ കൈകൊണ്ട് അടിക്കും, അല്ലെങ്കിൽ ബോംബ് ഇട്ട് കൊടുക്കും. എല്ലാം നമ്മൾ ഊർജം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കൈ ചലിക്കുന്നതും ബോംബ് പൊട്ടുന്നതും അഗ്നിയാണ്. ഏത് തരത്തിലും. അപ്പം വിദ്വേഷികളെല്ലാം നമ്മൾ വിദ്വേഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യുന്നവർ എന്ന നിലയിൽ കണ്ട രോഗാണുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കും. മരുന്നിലുള്ള ഊർജമാണ് ആ രോഗത്തെ ഇല്ലാതാക്കുന്നത്. അങ്ങ് നമുക്ക് സമൃദ്ധി നൽകി അനുഗ്രഹിക്കുക. സമൃദ്ധി ഉണ്ടാകണ്ടെങ്കിലും നമ്മൾ ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് ശക്തി ഉണ്ടാകണം. അധ്വാനിക്കണ്ടെങ്കിൽ ശക്തി വേണം. അപ്പം നമ്മളെ സമൃദ്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്നി ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിയിടാം, അല്ലെങ്കിൽ ഊർജം ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യാം. അങ്ങനെ ഏത് കാര്യത്തിലും ഊർജം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആകാം. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൂടെ നമുക്ക് യജ്ഞങ്ങൾ ചെയ്ത് പുതിയ സമൃദ്ധി നേടിയെടുക്കാം. ഇനി 12 ഇതിൽ ദേവത വിശ്വകർമാവാണ്. വിശ്വകർമാവ് എന്ന് പറഞ്ഞാൽ വിശ്വം സൃഷ്ടിച്ച എഞ്ചിനീയർ എന്നാണ് അർത്ഥം. ഏതൊരു ടെക്നിക്കലായിട്ടുള്ള എന്ത് സൃഷ്ടിക്കുമ്പോഴും ആ സയൻസ് അറിയുന്ന വ്യക്തികൾ, ആ എഞ്ചിനീയറിംഗിൽ അറിയുന്ന വ്യക്തികളെയാണ്, ആ എഞ്ചിനീയറിംഗ് സയൻസെല്ലാം അറിയുന്ന വ്യക്തികളെയാണ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പം വിശ്വം സൃഷ്ടിക്കുമ്പോൾ വലിയൊരു പ്രപഞ്ചത്തെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഒരു ടെക്നിക്കൽ ലോകം. അപ്പം അത് സൃഷ്ടിച്ച ശക്തിവിശേഷമാണ് വിശ്വകർമാവ്. എന്നിട്ട് ഇവിടെ വിശ്വകർമാവിനെ അഗ്നിയായിട്ടും കൂടിയും ചിത്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അഗ്നിയിലൂടെ, ഊർജത്തിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ അധിപനായ അഗ്നിയോട് പറയുകയാണ്, അങ്ങാണ് നീതിയുടെ ഇരിപ്പിടം. നീതി എന്ന് പറഞ്ഞാൽ അഗ്നി വിചാരിക്കുന്ന മാതിരിയാണ് കാര്യങ്ങളെല്ലാം നടക്കുക. ആറ്റങ്ങൾ കൂടിച്ചേരുന്നതും അതിനുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ്. ഒരു പ്രത്യേക ഊർജം ഉണ്ടെങ്കിലേ കൂടിച്ചേരുകയുള്ളൂ. നമുക്കറിയാം, കെമിസ്ട്രി പഠിച്ച എക്സോതെർമിക് റിയാക്ഷൻ, എൻഡോതെർമിക് റിയാക്ഷൻ എന്നുള്ള ചില രാസപ്രവർത്തനങ്ങൾ നടക്കണ്ടെങ്കിൽ ഒരു പ്രത്യേക ഊർജം കൊടുക്കണം, എന്നാലേ നടക്കും. ചിലത് അത്രയും ഊർജം വലിച്ചെടുക്കണം. ഒരു മുട്ട വിരിക്കണ്ടെങ്കിൽ ഒരു പ്രത്യേക അഗ്നി കൊടുക്കണം. വെള്ളം തിളക്കണ്ടെങ്കിൽ 100 ഡിഗ്രി വേണം. അപ്പം നീതിയുടെ ഇരിപ്പിടമാണ്. നിയമം തെറ്റിയിട്ട് അതൊന്നും ചെയ്യില്ല. ചോറ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ചോറാക്കി എടുക്കണ്ടെങ്കിൽ അതിന് വേണ്ട ചൂട് കൊടുത്താൽ, വേണ്ട സമയം കൊടുത്താലേ അത് ചോറാവുള്ളൂ. അല്ലാതെ പെട്ടെന്ന് കൊണ്ടുപോയി കുറേ തീ അങ്ങിട്ട് കഴിഞ്ഞാൽ ചോറാവില്ല. അതിന് കുറച്ച് സമയം വേണം, അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരാനല്ല. അപ്പോൾ ഒരു നീതിമാനാണ്. നിയമത്തിനനുസരിച്ച് അതെന്തും പ്രവർത്തിക്കുകയുള്ളൂ.
അങ്ങ് ജലനൗകയുടെ നിയന്ത്രാവിനെ പോലെയാണ്. നൗകകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതാണ് പോലെയാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത് പോകുന്നത്. പ്രജകളുടെ ക്ഷേമം സംരക്ഷിക്കുന്നവനാണ്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് അഗ്നി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് വേണ്ടി തന്നെയാണ് അഗ്നി ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അഗ്നിയില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രജകളുടെ ക്ഷേമത്തെ സംരക്ഷിക്കുന്ന അങ്ങ് വനത്തിലെ വനത്തിലും എന്തുണ്ട്? അഗ്നിയുണ്ട്. അഗ്നിയില്ലാത്ത സ്ഥലമുണ്ട്. വെള്ളത്തിൽ അഗ്നിയുണ്ട്. വെള്ളത്തിൽ അഗ്നി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചിലവർക്ക് തോന്നും വെള്ളത്തിലടെ അഗ്നി ഉണ്ട്. നമ്മൾ വെള്ളത്തിൽ ഒരു തെർമോമീറ്റർ കടത്തി നോക്കിക്കഴിഞ്ഞാൽ വെള്ളത്തിനൊരു ടെമ്പറേച്ചർ ഉണ്ട്. ഐസിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ 0 ഡിഗ്രി, അവിടെ 0 ഡിഗ്രിയാണ്, സെൻറ്റിഗ്രേഡാണ് ചൂട്. സാധാരണ വെള്ളം എടുക്കുമ്പോൾ തിളക്കുമ്പോൾ 100 ഡിഗ്രിയാവും. അപ്പം വെള്ളത്തിലും അഗ്നിയുണ്ട്. ഏകാന്തവാസിയാണ്. അഗ്നി ഒറ്റക്കാണ് കഴിഞ്ഞു കൊടുക്കുന്നത്. അതിന് പിന്നെ വേറെ ആളെ സഹായമൊന്നും ആവശ്യമില്ല. ധർമ്മത്തെ സ്നേഹിക്കുന്നവനുമാണ്. ധർമ്മത്തിനനുസരിച്ച് അത് എന്ത് ചെയ്യുകയുള്ളൂ. വെടിമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടും. അല്ല, കൂത്തിരിയാണെങ്കിൽ അത് ഇങ്ങനെ കത്തും. അല്ലാതെ കൂത്തിരി കത്തിച്ചിട്ട് നീ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കില്ല. കാരണം എല്ലാത്തിനും ആ സയൻസ് അനുസരിച്ച് അത് ചെയ്യുള്ളൂ. ഇനി 13, പ്രാണനാണ് ഇവിടെ ദേവത. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡികളിലൂടെ ഒഴുകുന്ന വായു എന്ന് പറയുമ്പോൾ അത് സിഗ്നൽ സിസ്റ്റമാണ്. ഇലക്ട്രോ കെമിക്കൽ പൾസുകളാണ്. ആ ദേവതകൾ യജ്ഞത്തെ പൂർണ്ണമാക്കട്ടെ. നമ്മുടെ ശരീരത്തിലെ എല്ലാ യജ്ഞങ്ങളെയും പൂർണ്ണമാക്കുന്നത് നമ്മളെ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റമാണ്. ഓരോ വർഷാവസാനത്താലും പൂർണ്ണമാകുന്ന ഈ യജ്ഞത്തിൽ പങ്കുചേർന്നാലും വർഷാവസാനം ഓരോ വർഷം കഴിയുമ്പോഴും അത് ഓരോ യജ്ഞം പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് തീരും. നമുക്കൊരു 120 വയസ്സ് വരെ ഇന്ന് ചിന്തിക്കാം. അപ്പോൾ ഒരു വർഷം അത് ചെയ്യുമ്പോൾ നമുക്കൊരു വയസ്സായി. അപ്പോൾ ഓരോ വർഷവും പൂർണ്ണമാക്കുന്ന യജ്ഞത്തിൽ അങ്ങ് പങ്കുചേരുക. ഓരോ വർഷവും നമ്മളെ ശരീരത്തിൽ ഓരോ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ദേവകളും എല്ലാം ചേരുന്നുണ്ട്. ദേവകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. ഇപ്പം നമ്മളെ വളരാൻ സഹായിക്കുന്ന ദേവത എന്താണ്? ഭക്ഷണവും ദേവതയാണ്. ഒരു വർഷം ഭക്ഷണവും കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഭജിക്കപ്പെടേണ്ട ഈശ്വരനെ ആരാധിക്കുന്നു നമ്മൾ. ഈ ആരാധിക്കേണ്ടത് ആരെയാണ്? ആ ഈശ്വരനെയാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച പിന്നിലുള്ള ഒരു ശക്തി വിശേഷമുണ്ട്. അതിനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്, ആരാധിക്കേണ്ടത്. കാരണം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ? അതാ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നാണ്. അത് ഏകനാണ്. അതിനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്. അതാണ് ഈ പ്രപഞ്ചം മുഴുവൻ്റെ ആധാരം. വ്രതത്തിൻ്റെ അവസാനം ഈ തേനും നെയ്യും അവർ ഈ യജ്ഞത്തിൽ ഹോമിക്കുന്നുണ്ട്. അതായത് യജ്ഞം ചെയ്യുമ്പോൾ തേനും നെയ്യും നമ്മുടെ ശരീരത്തിൽ തന്നെ അർപ്പിക്കുക. നമ്മൾ തേനും നെയ്യും എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട്. പ്രാണനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം. ഇവിടെ തേനും നെയ്യും തന്നെ. തേനെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വൈറ്റമിൻ എല്ലാം കുറേയുണ്ട്. നെയ്യെന്ന് പറയുമ്പോൾ പിന്നെ ശരീരത്തിന് വേണ്ട വസ്തുക്കളെല്ലാം പാലിൽ നിന്ന് വരുന്ന അതുകൊണ്ട്. അപ്പം തേനും വൈറ്റമിനും എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ ശരീരത്തിലെ ദേവതകൾക്ക് അർപ്പിക്കുന്നത്. ഇനി 14 ദേവത പ്രാണൻ തന്നെയാണ്. ഈ ദേവകൾ ഈശ്വരൻ്റെ ഹിതം ഉൾക്കൊണ്ടവരാണ്. ഈശ്വരൻ്റെ തീരുമാനമനുസരിച്ചാണ് നമ്മുടെ നാഡികളിലൂടെ സിഗ്നൽ സിസ്റ്റം സഞ്ചരിക്കുന്നത്. നമ്മളെ നിയന്ത്രണത്തിലൊന്നുമല്ല. നാഡികളിലൂടെ സിഗ്നൽ സിസ്റ്റം അതാണ് ഹൃദയത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ശ്വാസകോശ എല്ലാം നമ്മളാണ്. നമ്മളെ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന ഒരു പ്രക്രിയ. അതിനെല്ലാം നാഡികളെല്ലാം ചിന്തക്ക് പ്രേരിപ്പിക്കുന്ന സിഗ്നൽ സിസ്റ്റമുണ്ട്.
അപ്പോൾ ഇതെല്ലാം ആർക്ക് അധീനമായിട്ടാണ്? സൃഷ്ടികൾ നടത്തിയ ആ ശക്തിയുടെ വേണ്ടിയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അവർ ഈശ്വര സമ്പർക്കം ആദ്യമേ നേടിയവരാണ്. ഈ സിഗ്നൽ സിസ്റ്റം ഗ്രഹങ്ങളാണ് നമ്മളെ നാഡികളിലൂടെ സഞ്ചരിക്കുന്നത് സിഗ്നലായിട്ട്. ആ സിഗ്നലാണ് നമ്മളെ യജ്ഞങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. മനസ്സിലോരോന്ന് തോന്നിക്കുന്നത് ഈ മനസ്സിലുള്ള ഈ നാഡികളിലൂടെ ആക്ട് ചെയ്യുന്ന സിഗ്നൽ സിസ്റ്റമാണ്. ഈ സിഗ്നൽ സിസ്റ്റം ഈശ്വരനുമായിട്ട് ആദ്യം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് ഈ ആകാശത്തിലെ ഗോളങ്ങളെല്ലാമായിട്ട് മാറിയത്. ആ ഗോളങ്ങളിലൂടെയാണ് നമ്മുടെ നാഡി സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ജനിക്കുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ ഈ ഗ്രഹങ്ങളെല്ലാം അവിടെയുണ്ട്. അതിലൂടെയാണ് ഈശ്വരൻ ആക്ട് ചെയ്യുന്നത്. അതിലൂടെയാണ് പ്രാണൻ നമ്മളെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം പ്രാണൻ മുമ്പേ തന്നെ ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിച്ചതാണ്. എവിടെയാണോ ഈശ്വര സഹായമില്ലാത്തത് അവിടെ ആനന്ദം ലഭിക്കുകയില്ല. നമ്മൾ ആനന്ദിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ കൃപയാലാണ്. നമ്മളെ നാഡികളിലൂടെയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിച്ച് നമ്മൾ എന്തെങ്കിലും നേടുമ്പോഴും നമ്മൾ ആനന്ദിക്കുന്നു. അതിനെല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്ന ആരാണ്? ഉള്ളിൽ കിടന്നുകൊണ്ട് ഈ പ്രാണനാണ് നമ്മളെ കർമ്മത്തിനെല്ലാം പ്രേരിപ്പിച്ച് അതിൻ്റെ ഫലം കിട്ടുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും. ആ പ്രാണനെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഈശ്വരനാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടി? കർമ്മങ്ങൾ ചെയ്യാൻ. കർമ്മം ചെയ്യുമ്പോൾ അതിന് ഫലം കിട്ടുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും. ഈശ്വര സഹായമില്ലെങ്കിൽ ഭൂമിയിലും സ്വർഗത്തിലും സ്പർശിക്കുന്നില്ല. ഈശ്വര സഹായമില്ലെങ്കിൽ നമുക്കിവിടെ ജനിക്കാനും പറ്റില്ല. മരിച്ചിട്ട് വേറൊരു ലോകമുണ്ടല്ലോ, അവിടെ അങ്ങനെ നിൽക്കും. മരിച്ചിട്ട് വേറെ ലോകം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മരിക്കുന്നില്ല. അത് നിൽക്കുന്ന സ്ഥലത്തിനാണ് മറ്റേ ലോകം എന്ന് പറയുന്നത്, പരലോകം എന്ന് പറയുന്നത്. ജീവനോടെ ഇരിക്കുമ്പോഴുള്ള ബോധമുള്ള അവസ്ഥയിൽ ഉള്ള ആത്മാവ് ഈ ലോകത്തിൽ. മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം എടുത്ത് ദൂരെ കളഞ്ഞു. പിന്നെയുള്ള ആത്മാവിന് എവിടെയാണോ നിൽക്കുന്നത് എവിടെയൊക്കെ തന്നെ മുകളിൽ തന്നെ ഗ്രഹങ്ങളിൽ നിന്നാണ് വന്നത്. ആ ഗ്രഹങ്ങളിൽ തന്നെ ഗ്രഹങ്ങളിൽ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ സൃഷ്ടി നടത്തുന്ന ആ ശക്തിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇനി 15 അഗ്നിയാണ്, ഊർജമാണ് ദേവത. അഗ്നി പ്രയാസങ്ങളെ ഇല്ലാതാക്കുന്നവനാണ്. നമ്മളെ പ്രയാസങ്ങളെല്ലാം കഷ്ടപ്പാടെല്ലാം ദൂരീകരിക്കാൻ അഗ്നി വിചാരിക്കാൻ പറ്റും. ഊർജം, അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമായിട്ടെടുക്കണം. ശക്തി, ഒരു കൊതുക് അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ അടി കൊടുക്കും. അത് നമ്മളെ ശക്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ആ ശക്തി എവിടെ നിന്ന് കിട്ടുന്നത്? നമ്മളെ ഭക്ഷണത്തിലെ ഊർജത്തിൽ നിന്ന് കിട്ടുന്നത്. ജ്ഞാനദാതാവ്, നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത് ഏതിലൂടെ തന്നെയാണ്? ഊർജത്തിലൂടെയാണ്. നമ്മളെ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നത് ഊർജം തന്നെയാണ്. അപ്പം ജ്ഞാനദാതാവാണ്. ശാസ്ത്രരഹസ്യങ്ങൾ മനസ്സിലാക്കുന്നവനുമാണ്. അവനെല്ലാ ശാസ്ത്രവും അറിയാം. ഏത് യജ്ഞം നടക്കുമ്പോഴും അതിനെ പൂർത്തീകരിക്കുന്നത് അഗ്നിയാണ്. അപ്പോൾ ഇപ്പോൾ അരിയും വെള്ളം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അഗ്നിക്കാണ് കൊടുക്കുന്നത്. അഗ്നി അതിനെ ചോറാക്കി തരുന്നു. അപ്പോൾ അഗ്നിക്ക് എന്തറിയാം? അരിയെ ചോറാക്കാൻ അറിയാം. അപ്പോൾ എന്ത് നമ്മൾ ഉണ്ടാക്കുന്നതും ഊർജത്തിൻ്റെ സഹായത്താണ്. അപ്പോൾ ഊർജത്തിന് എന്തറിയാം? എല്ലാ സയൻസും അറിയാം. പ്രാണനും അപാനനും വ്യാനനും ബലിഷ്ഠരാകുന്നു. നമ്മളെ നാഡികളിലൂടെ പ്രവർത്തിക്കുന്ന സിഗ്നൽ സിസ്റ്റത്തെ പലതായി തിരിച്ചിട്ടുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഓരോന്നിനും ഓരോ ജോലിയാണ്. ചില കാര്യങ്ങൾ പ്രാണൻ ചെയ്യും, ചില കാര്യങ്ങൾ ഇപ്പം ഭക്ഷണം ദഹിപ്പിക്കുന്നുണ്ട് ഒരു കക്ഷി ചെയ്യും. ഭക്ഷണമെല്ലാം വേസ്റ്റെല്ലാം വെളിയിൽ കഴിയുന്ന ചാർജ് വേറൊരാൾക്കാണ്. ലൈംഗികപരമായതിൻ്റെ ചാർജ് വേറെ ആൾക്കാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ യജ്ഞങ്ങളുണ്ട്. അങ്ങനെ പല സിഗ്നൽ സിസ്റ്റം ഉണ്ട്. അതിനാണ് പ്രാണൻ, അപാനൻ, വ്യാനൻ എന്നെല്ലാം പറയുന്നത്. അവർ ബലിഷ്ഠരാണ്. അവരാണ് നമ്മളെ ശരീരത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ദേവകൾ ധർമ്മത്തെ ഉപേക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ഈ ദേവതകളെല്ലാം ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നമ്മളെ ചലിക്കാൻ പ്രേരിപ്പിക്കട്ടെ. നമ്മളെ മനസ്സിൽ ഓരോന്ന് തോന്നുന്നതിലും
ഈ ഉള്ളിലുള്ള പ്രേരിപ്പിക്കുന്ന ശക്തികളാണ്. കണ്ണും മൂക്കും എല്ലാം ദേവതകളാണ്. ഓരോന്നും നമ്മൾ കാണും, മനസ്സതിനെ അനലൈസ് ചെയ്യും, മനസ്സ് പറയും ഇന്ന ചെയ്യുന്നു. ആ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ചിലപ്പോൾ നമ്മൾ ചിലവിടെ അടിക്കാനാണ് പറയുന്നത്. അടിക്കുന്നതിൻ്റെ ഫലമായി പിന്നെ കേസ് വഴക്കെല്ലാവും. എല്ലാം വേണ്ട ക്ഷമിക്കുക എന്ന് പറയും. അപ്പം നമ്മൾ ക്ഷമിച്ചിരിക്കും, പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാ കുഴപ്പത്തിലേക്ക് ചാടിക്കുന്നതും നല്ലതുമെല്ലാം ഉള്ളിൽ കിടക്കുന്ന ചിന്തകളാണ്. ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഈ ശക്തി വിശേഷങ്ങളാണ്, ദേവതകളാണ്. അതുകൊണ്ട് അവയോട് പറയുകയാണ്, ധർമ്മമാർഗത്തിൽ നമ്മളെ നയിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവർത്തി നമ്മളെ മനസ്സിൽ നല്ലതേ തോന്നാൻ പാടുള്ളൂ, എങ്കിൽ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാം. അങ്ങനെ നമുക്ക് മംഗളാവസ്ഥയുണ്ടാകട്ടെ, നമുക്ക് നല്ല ജീവിതം നയിക്കാൻ. നമ്മളിലുള്ള ഊർജം, ഇതും ഊർജം തന്നെയാണ് ചെയ്യുന്നത്. ആ ശക്തി, ഉള്ളിലുള്ള ശക്തി, ഊർജം, അത് നമ്മളെ പ്രേരിപ്പിക്കും. അതിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യും. നല്ല കർമ്മത്തിന് പ്രേരിപ്പിക്കാൻ പറയുകയാണ്. ഇനി 16, അതിലെ ദേവതയും അഗ്നി തന്നെയാണ്. അഗ്നി തേജസ് നിറഞ്ഞ, തേജസ് അഗ്നിക്കുണ്ടല്ലോ. ഞങ്ങൾക്ക് അന്നരൂപങ്ങൾ നൽകിയാലും, പലതരം അന്നം നൽകിയാലും അഗ്നിയോട് പറയുകയാണ്. പലതരം അന്നം. അഗ്നിയാണ്, സൂര്യപ്രകാശത്തിലെ അഗ്നിയാണ് ചെടികളിൽ വളരാനും മാങ്ങയും ചക്കയെല്ലാം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി നമുക്ക് ചോറ്, അന്നം എന്ന് പറഞ്ഞാൽ ചോറ് നിലയിൽ, ഭക്ഷണ നിലയിൽ എടുക്കുകയാണെങ്കിൽ ചോറുണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും സാമ്പാർ ഉണ്ടാക്കാനും എല്ലാം സഹായിക്കുന്നത് അഗ്നിയാണ്. അപ്പം പലതരത്തിലുള്ള അന്നരൂപങ്ങൾ നൽകിയാണ്. വിദ്യുത്ത് ഐശ്വര്യത്തോട് ചേർന്ന് കിടക്കുന്നു. വൈദ്യുതി എന്ന ഊർജം, അതാണ് ഏറ്റവും ഐശ്വര്യത്തിൻ്റെ. പണ്ടെല്ലാം വിറക് കത്തിച്ചിട്ടായിരുന്നു, ഇപ്പോൾ എല്ലാം ഇൻഡക്ഷൻ കുക്കറെല്ലാം വൈദ്യുതിയിലൂടെ ഉപയോഗിച്ചിട്ടാണ്. പണ്ട് ഇസ്ത്രിയുടെ ചിരട്ട വേണം, കത്തിക്കണം. ഇപ്പോൾ ഇസ്ത്രിപ്പെട്ടി. അപ്പം വൈദ്യുതി ഐശ്വര്യത്തോട് ചേർന്നതാണ്. അങ്ങ് നമുക്ക് വേണ്ടതെല്ലാം നൽകിയാൽ, ആരോട് പറയുകയാണ്? വൈദ്യുതി രൂപത്തിൽ അഗ്നിയോട് പറയുകയാണ്. വൈദ്യുതി രൂപത്തിൽ അങ്ങ് ഐശ്വര്യം നൽകുക, നമുക്ക് വേണ്ടതെല്ലാം നൽകുക. എല്ലാ സൗകര്യവും വൈദ്യുതിയിലൂടെ നേടുന്നത്. ഇനി 17, വിശ്വകർമാവ്, ഈ വിശ്വം സൃഷ്ടിച്ച എഞ്ചിനീയർ, അല്ലെങ്കിൽ വിശ്വത്തിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷമാണ് ദേവത. അദ്ദേഹത്തോട് പറയുകയാണ്, എല്ലാറ്റിനെയും കാരണഭൂതമായ അങ്ങ്, അതാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ആ എഞ്ചിനീയർ, ആ ശക്തി വിശേഷമായ ഈശ്വരൻ, ഈശ്വരൻ്റെ ശക്തി എല്ലാറ്റിലും വ്യാപിച്ചിട്ടുണ്ട്. ഒടുവിൽ എന്ത് ചെയ്യുന്നു? എല്ലാറ്റിനെയും തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നു, സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, ഒരു കാലം കഴിയുമ്പോൾ എല്ലാം അടിച്ചുടച്ചിട്ട് അതിൽ കൊണ്ട് ലയിപ്പിക്കുകയും ചെയ്യും. പ്രളയ സമയം, പ്രളയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കത്തിയെരിഞ്ഞങ്ങ് പോകും. അപ്പം സൃഷ്ടിക്കുന്നതും ആ ഈശ്വരനാകുന്ന എഞ്ചിനീയറാണ്, വിശ്വകർമാവാണ്. അവസാനം എടുത്ത് ലയിപ്പിച്ചു കൊണ്ടുപോകുന്നതും അദ്ദേഹം തന്നെയാണ്. അങ്ങനെയുള്ള ഈശ്വരനോട് പറയുക, അങ്ങ് നമ്മളുടെ പിതാവാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ പിതാവ്, നമ്മളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ആ ശക്തി വിശേഷമാണ്. നമുക്കൊന്ന് അച്ഛനും അമ്മയോ ആണെന്ന്, അച്ഛനും അമ്മയോ ഒന്നുമല്ല. അതായത് ബീജം, എത്രയോ ബീജങ്ങളുണ്ട്. അതിൽ നിന്ന് വേണ്ടതിനെ എടുത്തിട്ട് അണ്ടുമായിട്ട് ചേർത്തിട്ട് ആ ശക്തി വിശേഷമാണ് ഒരു പ്രത്യേക കുട്ടീനെ ജനിപ്പിച്ചെടുക്കുന്നത്. എപ്പോഴൊന്നും കുട്ടികൾ ഉണ്ടാകുന്നില്ല. അതിന് വേണ്ടുമ്പോൾ ഈ പുരുഷൻ്റെ ബീജത്തെയും എത്രയോ ഉള്ളതിൽ നിന്ന് ഒന്നിനെ എടുത്ത് സൂട്ടബിളായിട്ട് ഒന്നിനെ സെലക്ട് ചെയ്ത് അണ്ടുമായിട്ട് ചേർത്തിട്ട് വേണ്ട തരത്തിലുള്ള കുട്ടിയെ സൃഷ്ടിക്കുന്നു. അതായപ്പോൾ ആരാ ചെയ്യുന്നത്? അങ്ങേരാണ്. അപ്പോൾ അങ്ങേരാണ് വിശ്വകത്തിൻ്റെ, വിശ്വകർമാവാണ് നമ്മളുടെ പിതാവ്. അവൻ എല്ലായിടവുമുണ്ട്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഈ നിലയിൽ നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചം നമ്മളെ കാണുന്ന നിലയിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആരാണ്? ആ വിശ്വകർമാവ്, അല്ലെ ആ ഈ വിശ്വത്തിൻ്റെ എഞ്ചിനീയർ, ആ ഈശ്വരനാണ്. അതാണ് ഈ നിലയിൽ ആക്കി വെച്ചിരിക്കുന്നത്.
അതിസൂക്ഷ്മമായ അങ്ങയുടെ കണികളിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതിസൂക്ഷ്മമായ അങ്ങയുടെ കണികൾ ഏതാണ്? ഇലക്ട്രോണും പ്രോട്ടോണും തന്നെ. ആ ഇലക്ട്രോണും പ്രോട്ടോണിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അതിസൂക്ഷ്മമായ അങ്ങയുടെ കണങ്ങളിൽ നിന്നാണ്. ആദ്യം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന കണങ്ങളെയാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ, എന്നിട്ട് അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം സയൻസാണ്. 18 നമ്മളോട് ചിന്തിക്കാൻ പറയുകയാണ്. എന്താണ് ഈ ജഗത്തിന് ആധാരമായിരിക്കുന്നത്? ഈ ജഗത്തെല്ലാം ഏതിൻ്റെ ആധാരം? എന്തിൽ നിന്നാണ് ഉണ്ടായത്? അതിൻ്റെ ആധാരം എന്താണ്? എന്തിൽ നിന്നാണ് അത് ഉണ്ടായിരിക്കുന്നത്? അതിൻ്റെ അടിത്തറ എന്തായിരുന്നു? ആദ്യം ഏതിൻ്റെ അടിത്തറയുമേലാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത്? അതിൻ്റെ സ്വഭാവം എന്തായിരുന്നു? ആദ്യം ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതിൻ്റെ സ്വഭാവം എന്തായിരുന്നു? എല്ലാം അറിയുന്നവനും അപ്പം അങ്ങനെ എന്തോന്നുണ്ട്. അവനപ്പോൾ എന്തറിയാം? എല്ലാം അറിയാം. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ആ ശക്തിക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. വേദങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് അറിയാം. അപ്പം എല്ലാം അറിയുന്നവനും എല്ലാറ്റിൻ്റെയും കാരണക്കാരനാണ് അവനാണ്. അവനാണ് ഇതിൻ്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. എന്തോന്നുണ്ടായിരുന്നു ആദ്യം. അവൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്ന എല്ലാ സയൻസും അറിയാം. ഇലക്ട്രോൺ പ്രോട്ടോൺ എല്ലാം അവനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ശാസ്ത്രമെല്ലാം എല്ലാത്തിൻ്റെ കാരണവും അവനാണ്. മഹനീയമായ അതിൻ്റെ ശക്തിവിശേഷത്തിലാണ്, അതായത് ഈശ്വരൻ്റെ ചൈതന്യത്താലാണ്. അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആദ്യമുള്ളതിനാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാണുന്നത് അതെല്ലാം ഈ നിലയിൽ തിളങ്ങിയെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൻ്റെ ചക്ഷുസ്സാണ്. പ്രപഞ്ചത്തിൻ്റെ ചക്ഷുസ്സായിട്ട് അതിന് കാണാം. അത്രയും ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഈ സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ഇനി 19. അതിലും വിശ്വകർമാവ് തന്നെയാണ്, ബ്രഹ്മാവ് തന്നെയാണ്, അല്ല സൃഷ്ടികർത്താവ് തന്നെയാണ്. ഈ വിശ്വം മുഴുവൻ ഈശ്വരൻ കണ്ണോടിക്കുന്നുണ്ട്. ആ ശക്തി വിശേഷം ഈ പ്രപഞ്ചമെല്ലാം ആയതിൻ്റെ ശേഷം അതിനെ എല്ലായിടത്തും നോക്കി നിൽക്കുന്നുണ്ട്. അവൻ സാക്ഷി എന്ന കണക്ക്. അതുകൊണ്ടാണ് ആ പരമാത്മാവിനെ സാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിലും ഇടപെടേണ്ട ആവശ്യമില്ല. അത് തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം പോകണം. പിന്നെ ദൂരെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും, അത്രയല്ല. ധർമ്മത്തെ എല്ലായ്പ്പോഴും ഉയർത്തി നിർത്തുന്ന ഈശ്വരൻ എങ്ങും നിറഞ്ഞിരിക്കുന്നു. ധർമ്മത്തിൻ്റെ വഴിയിലൂടെയാണത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇടക്കിടക്കെല്ലാം ധർമ്മത്തിൽ നിന്ന് തെറ്റിയെല്ലാം ആൾക്കാരെല്ലാം പോകും. അപ്പോൾ അതിനെല്ലാം തച്ചുടച്ചിട്ട് ധർമ്മത്തിൻ്റെ പാതയിലൂടെ തന്നെ പോകും. അങ്ങനെയാണത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വ്യതിചലിക്കുകയാണെങ്കിൽ സമയമെത്തുമ്പോൾ അവനെ തച്ചുടച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ആ മറ്റൊന്നുകൊണ്ട് അളക്കാൻ പറ്റാത്ത ആ പ്രകാശജ്വാല, ആ ശക്തി വെച്ച് ആർക്കും ഒന്നുകൊണ്ടും അതിനെ അളക്കാൻ പറ്റില്ല. ഒരു ഉപകരണം കൊണ്ടും അതിനെ അളക്കാൻ പറ്റില്ല. ആ പ്രകാശജ്വാലക്കാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആർക്കും അതിനെ അളക്കാൻ പറ്റില്ല. അതെന്താണ്, ഏത് രൂപത്തിലാണ്, കഴിഞ്ഞ രൂപവും ഭാവമൊന്നുമില്ല. ആ പ്രകാശത്തെയാണ് ഈശ്വരൻ, പ്രകാശജ്വാലയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അവൻ ഒരുത്തനാണ്. ആ ഒരൊറ്റ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. അപ്പോൾ ഈശ്വരൻ എന്താണ്? ഏകനാണ്. ഇതെല്ലാം വായിച്ചു നോക്കിയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ 33 കോടി ഈശ്വരന്മാരുണ്ട് എന്ന് പറയുമായിരുന്നു. ആ ഈശ്വരൻ ഏകനാണ്. ഈശ്വരൻ ഏകനാണ്. അതിൽ നിന്നുണ്ടായ വസ്തുക്കളെല്ലാമാണ്, വസ്തുക്കളും എനർജി എല്ലാം എന്തെല്ലാം ഉണ്ടായിട്ടുള്ളൂ അതിനാണ് 33 കോടി ദേവതകൾ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളും ദേവതകൾ തന്നെയാണ്, നമ്മളും ഉണ്ടായതാണ്. ഇനി 20 യോഗീവര്യന്മാരായവരെ, അതായത് നല്ല യോഗ്യതയുള്ള യോഗീവര്യന്മാർ മനസ്സിനാലും ബുദ്ധിയാലും ഈശ്വരനെ തേടുന്നു, അന്വേഷിക്കുന്നു. എന്താണ് ഈ ഈശ്വരൻ, എവിടെയാണ്, എന്താണ് ഈ സാധനം എന്നെല്ലാം നല്ല യോഗീവര്യന്മാരെ മനസ്സിലാലും ബുദ്ധിയാലും ഈശ്വരനെ തേടുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അതിന് രൂപവും ഭാവമൊന്നുമില്ല. അതുകൊണ്ട് അതിനെ അളക്കാനോ
ഉപകരണം കൊണ്ട് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. അവർ അതിൻ്റെ സ്വഭാവത്തെയും ഏത് ശക്തിവിശേഷത്താലാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ജഗത്തിൻ്റെ പിന്നിലുള്ള ആ ശക്തിവിശേഷം എന്താണെന്നും എങ്ങനെയാണ് അത് മാറ്റങ്ങൾ ഉണ്ടായത് എന്നും അവർ അന്വേഷിക്കുന്നുണ്ട്. ആദ്യം ആദ്യം എന്താണോ ഉള്ളത് ആ ഈശ്വരനെയും അതെങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നെല്ലാം അവർ അന്വേഷിക്കുന്നുണ്ട്. അതായത് അതെങ്ങനെയാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അത് പ്രപഞ്ചമായി മാറിയത് സൂക്ഷ്മ കണങ്ങളിലൂടെയാണെന്ന് നേരത്തെ പറഞ്ഞു. ഈ ആകാശം കാണുന്ന ആകാശം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങളും ഭൂമിയും പ്രത്യേകം സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആരാണ് സൃഷ്ടിച്ചത്? അദ്ദേഹമാണ് സൃഷ്ടിച്ചത്. എങ്ങനെ? ജഗത്തിൻ്റെ ഈശ്വരൻ സാക്ഷാൽ സ്രഷ്ടാവാണെന്ന് അറിയണം. ആ ശക്തി വിശേഷമാണ് സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ. അതറിയണം. അങ്ങനെ ഒരു ശക്തിവിശേഷം ഉണ്ടായിരുന്നു ആദ്യം. അതിന് രൂപവും ഭാവമൊന്നുമില്ല. അതാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അത് ഏകനാണ്. അത് ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം ആയിട്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് എല്ലാ ജ്ഞാനവും തികഞ്ഞതാണ് എന്ന് അറിയണം. നിസ്സാരന്മാരായ മനുഷ്യർ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളെല്ലാം നിസ്സാരന്മാരാണ്. അങ്ങനെ നിസ്സാരന്മാരായ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയെ ഈശ്വരൻ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ നിസ്സാരന്മാരാണ്. അങ്ങനെ നിസ്സാരന്മാരായ നമ്മൾ വസിക്കുന്ന ഭൂമിയെ ഈശ്വരൻ സംരക്ഷിക്കുന്നു. വേണ്ട സമയത്ത് മഴയെല്ലാം പെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ഈശ്വരൻ അതിനെ ഭൂമിയെ സംരക്ഷിക്കുകയാണ്.